എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി. ഇന്ന് നമുക്ക് മേരി മദർ ഓഫ് ദ പുവർ ആൻഡ് നീഡി എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം തിരുവചനം. അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. He has filled the hungry with good things, and the rich he has sent away empty. Dear friends, today we see Mary as the loving mother of the poor and needy. സ്നേഹമുള്ളവരെ, ഇന്ന് നാം മറിയത്തെ ദരിദ്രരുടെയും ആവശ്യക്കാരുടെയും സ്നേഹമുള്ള അമ്മയായി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Mary lived very simply. She knew the struggles of ordinary people because she herself lived among them. മറിയം വളരെ ലാളിത്യത്തിൽ ജീവിച്ചു. സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അവൾക്കറിയാം. കാരണം അവളും അതുപോലെ ഒരു ജീവിതം നയിച്ചവളായിരുന്നു. At Cana, before anyone else noticed, Mary saw the need and gently brought it to Jesus. കാനായിൽ മറ്റാരും കാണാതെ ആ വീട്ടിലെ കുറവ് മറിയം കണ്ടു, യേശുവിനോട് പറഞ്ഞു. Even today, she stands close to the poor, teaching us to open our hearts and hands in generosity. ഇന്നും അവൾ ദരിദ്രരോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ട നല്ല മാതൃക നൽകിക്കൊണ്ട് ഇന്നും നമ്മോട് കൂടെയുണ്ട്. Many times in my life, I have seen how even a small act of kindness bring peace and blessing. Mary inspires us to see the needs around us and to respond with love. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചെറുതായ കാരുണ്യപ്രവർത്തികൾ വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. മറിയത്തെ പോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യം കണ്ട് സ്നേഹത്തോടെ പ്രതികരിക്കാൻ കഴിയട്ടെ. അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.